ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കോളിഫ്ലവറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോളിഫ്ലവറിൻ്റെ തണ്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളൊരു ബൗളിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ തണ്ട് നമ്മളിങ്ങനെ കളയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്, കോളിഫ്ലവർ എടുക്കാനായിട്ട്. അതിൻ്റെ തണ്ട് ഭാഗം നമ്മൾ അങ്ങനെ യൂഷ്വലി എടുക്കാറില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാത്തിൻ്റെയും തണ്ട് ഭാഗം മാറ്റിയിട്ട് കോളിഫ്ലവർ നമ്മൾ ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പുള്ള വെള്ളത്തിൽ ഇത് കുതിർത്തി ഇങ്ങനെ വെക്കുക കുറച്ച് നേരം കോളിഫ്ലവർ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പോയിക്കോളും. അതിനുശേഷം ഞാനൊരു ചട്ടിയിലേക്ക് 2 കപ്പ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ കോളിഫ്ലവർ ഒന്ന് വേവിക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യണത്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ആഡ് ചെയ്തു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും കോളിഫ്ലവർ നമ്മൾ അതിലേക്കിട്ട് വേവിക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി അടച്ച് വെക്കണുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അത് വെന്തിട്ടുണ്ട് കോളിഫ്ലവർ. ഇനി നമുക്കത് ഡ്രെയിൻ ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വേറെ ഒരു ബൗളിലേക്ക് നമുക്കത് മാറ്റി വെക്കാം. കാരണം വെള്ളം നമുക്ക് എടുക്കണ്ടല്ലോ, വെള്ളം ആവശ്യമില്ല. അപ്പോൾ കോളിഫ്ലവർ എല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം ചട്ടിയിൽ തന്നെയാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ ആ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി തക്കാളി സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കണുണ്ട്. അപ്പോഴത്തേക്കും ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി എണ്ണയൊക്കെ ഒഴിക്കാം. ഞാൻ തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തക്കാളിയും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ് എല്ലാം കഴിയും. അപ്പോൾ അപ്പോഴത്തേക്കും ഇത് ഒന്ന് ചൂടാവും, ചട്ടിയും ഒന്ന് ചൂടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ. പിന്നെ ഒരു പച്ചമുളകും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു എഗ്ഗും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ സവോളയും പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്യാം. സവോളയും പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, അതിനാവശ്യത്തിനുള്ള ഉപ്പ്. കാരണം കോളിഫ്ലവർ നമ്മൾ ഓൾറെഡി ഉപ്പിലാണ് ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചേക്കണത്. അപ്പോൾ ഇതിലാവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം ലോ ആക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മുളക് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. തക്കാളിയും ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കോളിഫ്ലവർ ആഡ് ചെയ്യുക. കോളിഫ്ലവറും കൂടി അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ ഇനി ഒരു ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോളിഫ്ലവർ ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് ഇനിയും വേവിക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഉപ്പിൽ വെന്താണല്ലോ. ഇപ്പോൾ അതിൽ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വേവണ വരെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ കോളിഫ്ലവറും മുട്ടയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. കണ്ട, എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.